ഹായ് കൂട്ടുകാരെ, ഷിജു ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ കാണിച്ചു തരാം. ഒരാൾ സൈക്കിൾ ചവിട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. രാവിലത്തെ പണിയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേ വരുന്നുണ്ട്. ഇന്ന് വീഡിയോ എടുക്കുക. ഇനി നമ്മളെ വീട്ടിലത്തെ വിശേഷം. ഞാൻ സൈക്കിൾ കൊണ്ട് വെച്ചും വരാം. എങ്ങനെയാണ് സൈക്കിൾ ചവിട്ട്? രാവിലെ കൂട്ടുകാർ എപ്പോഴും നമ്മൾ വണ്ടിയിലാണ് പോണത്, സെയിൽ പോണതും അല്ലെങ്കിൽ ടൂ വീലറും എടുത്തുണ്ട്. അപ്പം എല്ലാ ദിവസവും രാവിലെ ഇച്ചിരി സൈക്കിൾ ചവിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആരോഗ്യം കിട്ടുള്ളൂ. അല്ലേ പിന്നെ എപ്പോഴും ഈ വണ്ടിയെ തന്നെയല്ലേ. അപ്പം രാവിലെ ഇച്ചിരി സൈക്കിൾ ചവിട്ടും. ചിലപ്പോൾ നടക്കാൻ പോകും. കൊതുകൊക്കെ കടിക്കണം. ഇപ്പം മഴയുടെ കൊതുകെല്ലാം ഭയങ്കര പൊടിക്കൊതുക് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോയേക്കല്ലേ. എന്നാ സൈക്കിൾ വെക്കട്ടെ. ശരണ്യ അല്ലേ, ഇന്ന് നമുക്ക് രാവിലെ കാപ്പിക്കുന്ന എന്നാണ്? ദോശ. അതെന്ത് ദോശയാണ്? ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശയാണോ ഈ കാണുന്നത്? ആഹാ. പിന്നെ നമുക്ക് ഗോതമ്പ് ദോശയുടെ കൂടെ എന്താണ്? ടോബി അവിടെ ബഹളം വെക്കണം. ഇറക്കാൻ വേണ്ടിയാ. കണ്ടാ ഭയങ്കര ബഹളം വെച്ചോണ്ടിരിക്കും. പിന്നെ എന്നാണ് കറി എന്തെന്ന് പറഞ്ഞു? നമ്മുടെ കറി ഇടിയൊന്നും. അയ്യോ, അന്നേരം അത് ദോശ കരിഞ്ഞു പോകരുത്. മുളക് ചമ്മന്തി. ആഹാ, നല്ല അടിപൊളി മുളക് അല്ലേ? പിന്നെ കടലക്കറി. പിന്നെ എന്നാ വേണല്ലേ? പിന്നെ മുളക് തന്നെ വേറെ ടൈപ്പ് അല്ലേ? അതിന് രണ്ട് ടൈപ്പ് മുളക്. ഇത് അച്ഛനുള്ള മുളക്, ഇത് നമുക്കുള്ള മുളക്. അപ്പൊ അങ്ങനെ 2-3 തരം കറികളാണ്. ഇന്നെല്ലാം നൈസ് പരിപാടി, പെട്ടെന്നുള്ള പരിപാടി അല്ലേ? പെട്ടെന്ന് തല്ലിക്കൂട്ട് പരിപാടിയാണ് അല്ലേ? പുട്ട്, ഇടിയപ്പം എല്ലാം മാറ്റി പിടിക്കാവുന്ന. നമ്മുടെ ടോബിനെ, നമ്മുടെ കൂട്ടുകാര്, പുതിയ കൂട്ടുകാരൊന്നും നമ്മുടെ ടോബി ഏതാണ്, ടോബിനെ പരിചയപ്പെടുത്തിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമന്റ് ഇട്ടായിരുന്നു. അതെ, കാരണം ആള് ബഹളക്കാരിയാണല്ലോ. ബഹളക്കാരനാണ്, ബഹളക്കാരിയല്ല, ബഹളക്കാരനാണ്. അവനെ തുറന്നു വിട്ടെന്ന് അവന്റെ സ്ഥിരം പരിപാടി എന്താന്ന് പറഞ്ഞു കൊടുത്ത്. എന്താണ്? ഇങ്ങനെ ദോശ ചുട്ട് എല്ലാം ചുട്ടിട്ടൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ? എന്നിട്ടല്ലേ ടോബിനെ ഇറക്കാൻ പോകും. അങ്ങനെ ഒഴിച്ചോണ്ടിരിക്കുകയാണല്ലേ? അടിപൊളി ദോശയാണല്ലേ? നല്ല ദോശയാണ്. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. അപ്പൊ എല്ലാരും കാപ്പിയെല്ലാം കുടിച്ചല്ല, നിങ്ങൾ കാപ്പി കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതെ, കാപ്പിയെല്ലാം കുടിച്ചിട്ട് വേണം ടോബി. അതുപോലെ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഒത്തിരി കൂട്ടുകാർ എന്നെ പോലെ പേര് പറഞ്ഞ് എന്നെ പോലെ ഹായ് തരാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഹായ്. പിണക്കമില്ലാതെ എല്ലാവർക്കും ഹായ്. കാരണം പേര് പറഞ്ഞെന്നോ ആരുടെങ്കിലൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ടാവും. ഒരാടെ പേര് പറഞ്ഞ് ഒരാടെ പറഞ്ഞില്ലെന്ന്. അതുകൊണ്ട് ആരും പിണങ്ങരുതല്ലേ? എല്ലാവർക്കും ഹായ്. അങ്ങനെ ആ നേരത്ത് ദോശയായി. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ശരണ്യനെ കാണിച്ചു. നമ്മുടെ അമ്മേനെ രാവിലെ തന്നെ കാണിച്ചില്ല. ഇനി അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അമ്മ ഒന്ന് കൂട്ടുകാർക്കൊരു ഹായ് കൊടുത്ത്. ഹായ് മക്കളെ, ഞാൻ പാത്രം കഴുകിയത്. അതെ, അങ്ങനെ ഞങ്ങൾ രാവിലെ ചായ കുടിയുടെ പരിപാടിയിലേക്ക് ശരണ്യ ദോശയുടെ ഞാൻ പാത്രം കഴുകി. ശരി, എന്നാ നടക്കട്ടെ. അപ്പൊ നമ്മുടെ ശരണ്യ ആ നേരത്ത് ചുട്ടു തീർന്നില്ലേ ശരണ്യ? ആണല്ലേ? കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ അച്ഛൻ പതിവ് പോലെ രാവിലെ പത്രം വായിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കൊരു ഹായ്. നമുക്ക് സെയിൽ പോകണ്ടേ അച്ഛാ? നേരത്തെ പോകാം, വെയിലാകും മുമ്പ് പോയി. രാവിലെ ഇച്ചിരി പത്രം നോക്കില്ലേ, പിന്നെ നോക്കാൻ സമയം കിട്ടത്തില്ല. പിന്നെ അത് നോക്കേയില്ല. നോക്കിട്ട് ഒരു 10 മിനിറ്റ് കൂടി നോക്കിട്ട് പോയേക്കാം. എന്നാ അച്ഛൻ പത്രം നോക്കും. ശരണ്യതേ ടോബിനെ ഇറക്കാനായിട്ട് പോയി. എന്നാലും കണ്ട ആ നേരത്തെ നമ്മുടെ ശരണ്യ വെച്ച 10 മണി ചെടികളൊക്കെ കണ്ട.
കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ ശരണ്യ അതെ നമ്മുടെ ടോബീനെയൊക്കെ രാവിലെ ഇറക്കാൻ വേണ്ടി ആ ഇപ്പൊ കൂട്ടുകാർ കണ്ടത്തിലത്തെ കൂട്ടുകാർക്ക് ഇതാണ് നമ്മുടെ ടോബി, നമ്മുടെ വീട്ടിലെ ഒരു അംഗം. അംഗം. അപ്പൊ അവനെ രാവിലെ ഇറക്കിയിടാം. അവനെന്തോ മനസ്സിലായി കേട്ടാ. അവൻ വീഡിയോ എടുക്കാനാണ് മനസ്സിലായി. അവൻ ആദ്യത്തെ നമ്മൾ തുടക്കത്തിൽ ഇവനെ വെച്ചുള്ള വീഡിയോ ആയിരുന്നു. അതെ ശരണ്യ കണ്ടോ? അവനോട് എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് വരാനൊക്കെ ഒന്ന് പറഞ്ഞു ഇട്ട് കൊടുത്തേച്ച്. ശരണ്യ പറഞ്ഞ എന്തോ അനുസരിക്കുകയെ അല്ലേ? ആ ഇവിടെ പുറത്തോട്ട് നോക്കി നിൽക്കുക. ആ അപ്പുറത്തെ പെൺപട്ടിയുണ്ട്. ആ അത് ആ കറക്റ്റ് ടൈമിന് ഇവനെ തുറന്നു വിടുമ്പോൾ വരും. അതിനു വേണ്ടി നിൽക്കുകയാണ് അല്ലേ? ആണ്. ആ ഇതെന്നാടാ ഈ നോക്കി നിൽക്കണ? നീ ഇത് ആരെയും നോക്കി നിൽക്കുകയാണ്? നീ ആരെയും നോക്കി നിൽക്കുകയാണ്? അവന് മനസ്സിലായി. അവന് മനസ്സിലായി കുപ്പിക്കട വെള്ളം കാണാൻ. അത്രയും വലിയ കുപ്പി കൊടുക്കണ്ട. ചെറിയ കുപ്പി ഇല്ല അപ്പുറത്ത്. ദാ. ടോബി. ടോബി. ദാ. കുട്ടൻ കെട്ടതാ. വിളിച്ചാ വരത്തില്ല. കുർത്തം കേട്ടതാ. ആ. ദാ. ഇവിടെ വാ. വിളിച്ചേ വരുവാന്നറിയാം. ഇവിടെ വരാൻ പറ. ഇവിടെ വാ, ഇവിടെ വാ. ദേ. ആ തരാൻ പറ. ഇവിടെ പോവാ. അതും കൊണ്ട് എവിടെ പോയി? ദേ കൂട്ടിലോട്ട് പോയി. ഇവിടെ വാ, ഇവിടെ വാ. ഇപ്പൊ എന്നുണ്ട് അവിടെ 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 എനിക്ക് വേണ്ട. അവനെ എനിക്ക് കൊണ്ടേ തരാൻ പോണ്. ഇതേ ശരണ്യക്ക് കൊണ്ടേ കൊടു. എനിക്ക് വേണ്ട. ദാ. ഇന്ന് അവള് വരത്തില്ല. നീ കൂട്ടി പോക്കോ. പോക്കോ. പോ. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണുകൾ. നീ ഇങ്ങനെ കാത്തിരിക്കുകയല്ല, ഇന്ന് വരികയല്ലടാ. നീ എത്ര കാത്തിരുന്നാലും ഇന്ന് ആ പെമ്പട്ടി വരത്തില്ല. കാത്തിരുന്നു കാത്തിരുന്നു കാവിലെ കണ്ണുകളച്ച്. ഒന്ന് പറഞ്ഞേ ശരണ്യ, അത് വരത്തില്ലെന്ന് ഒന്ന് പറഞ്ഞേ. കൂട്ടി പോകാൻ പറ. ഒന്ന് പറഞ്ഞേ ശരണ്യ. അല്ല ഇന്ന് വരത്തില്ല. നീ പൊക്കോ. പോയി കൂട്ടിക്കയറ്. പോയി കൂട്ടിക്കയറ്. ചെല്ലി ചെല്ലി ചെല്ലി. ശരണ്യ ഒന്ന് ചെന്ന് പറ. ശരണ്യ ഇന്ന് വരത്തില്ലെന്ന് പറ. ഇന്ന് അവധിയാണെന്ന് പറ. ഇന്ന് പഠിത്തം ഇല്ല, അത് കാരണം വന്നില്ല പെമ്പട്ടി. അല്ലെങ്കിൽ അവർ നേരത്തെ ഇറക്കിയിട്ട് പോയി കാണും. സങ്കടം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേല. എന്നാ ഞാൻ കുറച്ച് പുല്ല് തിന്നട്ടെ. തിന്നോ? എന്നാ ഞാൻ പുല്ലുങ്ങൾ തിന്ന. എടാ ടോബി, നീ എന്നാണ് ആ പൂവെല്ലാം നശിപ്പിക്കുകയാണോ ടോബി? എന്ത് മര്യാദകേടാണ് ടോബി കാണിക്കണത്? ടോബി എവിടെ? ടോബിയേ ഇവിടെ വാ, ഇവിടെ വാ. അങ്ങോട്ട് പോ. പോ കൂട്ടിപ്പോ കൂട്ടിപ്പോ കൂട്ടിപ്പോ. കേറ് 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 കേറ്. ഓ എന്നാലും കൂട്ടി പോകും മുമ്പ് ഒന്നുകൂടി പോയി നോക്കിയാണ് വന്നുണ്ടാന്നറിയാൻ. വരികയല്ല, ഇന്ന് വരികയല്ല. അങ്ങനെ നമ്മുടെ ടോബി ഇതേ കൂട്ടിലാട്ട് പോയി. കൂട്ടുകാരെ അങ്ങനെ ഞങ്ങളിതേ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് രാവിലത്തെ അല്ലേ? ആ മക്കളെ, ഞങ്ങൾ രാവിലത്തെ കാപ്പി കുടിക്കാൻ എല്ലാരും അതെ അപ്പൊ എല്ലാരും കാപ്പി കുടിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഥവാ കാപ്പി കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് കാപ്പി കുടിക്കാം. അതെ അല്ലേ? എല്ലാരും കൂടി വന്നാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് നൈസ് പരിപാടിയാണല്ലേ? ദോശയും ഇങ്ങനെ മുളകും ഒക്കെ അതും ഇതും ഒക്കെ ഒത്തിരി സവോള മുളക് അപ്പൊ എല്ലാം തിന്ന് തിന്ന് മടുത്ത് ഒത്തിരി ഞങ്ങളോട്ട് ഇന്ന് ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം, മുളക് അരക്കാൻ ഓർത്ത്. എന്റെ പാത്രം അവിടെ ഇരിക്കുന്നു, എന്നെ വിളിക്കുന്നു. എനിക്ക് ഇച്ചിരി എരിവ് വേണം. അത് കാരണം അച്ഛൻ ഇച്ചിരി എരിവ് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കറിയും ഉണ്ട്. അതെ. അപ്പൊ കൂട്ടുകാരെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ചെറിയ വിശേഷങ്ങൾ അല്ലേ? വിശേഷം ഞങ്ങൾക്കും എല്ലാവർക്കും സുഖം തന്നെയാണ്. കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.
അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.